ഒരു നിമിഷം. നമ്മൾ ദിവസേന കേൾക്കുന്ന വാർത്തകളിൽ ചിലത് നമ്മളെ ഞെട്ടിക്കും, ചിലത് നമ്മളെ ഭയപ്പെടുത്തും. പക, അസഹിഷ്ണുത, ഇതൊക്കെ ചേർന്നാൽ ഒരാൾ എത്രത്തോളം ക്രൂരരാകാമെന്നതിന്റെ ഒരു ഭീകര ഉദാഹരണമാണ് ഏലത്തൂരിലെ യുവതിയുടെ മരണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഇതൊരു വാർത്ത മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ജാഗ്രത വിളിയാണ്. യുവതിയെ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തി ഒന്നിച്ച് ജീവിക്കാനാകില്ലെങ്കിൽ ഒന്നിച്ച് തൂങ്ങി മരിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ സഹോദരി ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൃതദേഹം തൂങ്ങിക്കിടക്കുമ്പോഴും കയറിൽ നിന്ന് നിലത്തിറക്കിയ ശേഷവും ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് കുടുംബമൊത്ത് ജീവിക്കുന്നതിനിടയിലാണ് ഭാര്യ സഹോദരിയുമായി ഇയാൾ അടുപ്പത്തിലായത്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ യുവതിയെ പ്രതി ലൈംഗികമായി ദുരുപയോഗം ചെയ്തു വരികയായിരുന്നു. ഇരുവരും തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങളും യുവതിയുടെ പക്കലുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവരുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തന്നെ വിവാഹം കഴിക്കണമെന്ന് യുവതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രതി ഒഴിഞ്ഞുമാറി. ഇരുവരും തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ ഭാര്യയെ കാണിക്കുമോ എന്ന് പ്രതി ഭയപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ക്രൂര കൊലപാതകം ആസൂത്രണം ചെയ്തത്. വീട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാണ്, ഒരുമിച്ച് മുന്നോട്ടു പോകാൻ പറ്റില്ല, ഒന്നിച്ച് ജീവിക്കാനാകില്ലെങ്കിൽ ഒന്നിച്ച് മരിക്കാമെന്ന് പറഞ്ഞാണ് യുവതിയെ ഇയാളുടെ തന്നെ ഉടമസ്ഥയിലുള്ള വർക്ക്ഷോപ്പിൽ എത്തിച്ചത്. 2 കുരുക്കുകൾ ഉണ്ടാക്കി ആദ്യം യുവതിയുടെ കഴുത്തിൽ കയറിട്ടു. തുടർന്ന് യുവതി കയറി നിന്ന സ്റ്റൂൾ തട്ടി മാറ്റുകയായിരുന്നു. തൂങ്ങിക്കിടന്ന സമയത്തും കെട്ടഴിച്ച് നിലത്തെ കിടത്തിയ ശേഷവും പ്രതി യുവതിയെ ബലാത്സംഗം ചെയ്തു. പിന്നീട് പ്രതി ഭാര്യയെ ഫോണിൽ വിളിച്ച് സഹോദരി ആത്മഹത്യ ചെയ്തതായി അറിയിക്കുകയായിരുന്നു. പ്രതിയും ഭാര്യയും ചേർന്നാണ് ഇയാളുടെ കാറിൽ തന്നെ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇതെല്ലാം CCTVയിൽ പതിഞ്ഞിരുന്നു. ആശുപത്രിയിൽ വെച്ച് മരണം സ്ഥിരീകരിച്ചു. ആത്മഹത്യ എന്ന നിലയിലായിരുന്നു പോലീസ് ആദ്യം അന്വേഷിച്ചത്. എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് പിന്നാലെ മൃതദേഹത്തിൽ കണ്ട മർദ്ദനത്തിന്റെ പാടുകളും മുറിവുകളും സംശയമുണ്ടാക്കി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ക്രൂര കൊലപാതകത്തിന്റെ വിവരം പുറത്തറിയുന്നത്. നമ്മുടെ ഉള്ളിലെ കോപം നമ്മൾ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരു ദിവസം അത് നമ്മളെ നിയന്ത്രിക്കും. നിയമം ശിക്ഷ നൽകും, പക്ഷേ നശിച്ച ജീവിതങ്ങൾ തിരികെ നൽകില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടുതൽ മനുഷ്യരാകണം, കൂടുതൽ സഹിഷ്ണുത കാണിക്കണം, നിശബ്ദരാകരുത്, അനീതിക്കെതിരെ ചിന്തിക്കണം. ഇത് നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ ചോദ്യമെങ്കിലും ഉണർത്തിയെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇത്തരം വിഷയങ്ങൾ തുറന്നു സംസാരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചിന്തിക്കൂ.